പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ തലക്കെട്ടുകൾക്ക് ശേഷം നമ്മൾ ഇന്നത്തെ ഒരു വാർത്താദിനം തുടങ്ങുമ്പോഴേ ആദ്യം പോകുന്നത് ഈ ഉത്തരാഖണ്ഡിലുണ്ടായ വലിയ മേഘവിസ്ഫോടനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ്. കാരണം ഈ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും ഒക്കെ ഇതുവരെ 4 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇനിയും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന 100ഓളം പേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. മാധ്യമപ്രവർത്തകരും സൈനികരും അടക്കം ഈ പ്രദേശത്ത് കുടുങ്ങിയിട്ടുണ്ട്. പ്രദേശത്ത് ശക്തമായ മഴയും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലുമുണ്ട്. 10ഓളം സൈനികരെ കാണാതായെന്നും റിപ്പോർട്ടുണ്ട്. ശരത്ലാലാണ് നമുക്കിപ്പം ഉത്തരാഖണ്ഡിൽ നിന്നും ചേരുന്നത്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്നലെ കേന്ദ്ര സർക്കാർ പറഞ്ഞത് 60ഓളം പേരെ കാണാനില്ലെന്നായിരുന്നു. പക്ഷേ ഇന്നത് 100ഓളം പേരെ കാണാനില്ല എന്നൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, കെടാവർ നായ്ക്കളെ അടക്കം എത്തിച്ചുള്ള തിരച്ചിലിലേക്ക് കടക്കുകയാണ് സുരക്ഷാ സേന. ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? ഇപ്പോഴും മഴ അവിടെ നിലനിൽക്കുകയാണോ ശരത്ത്? സേതുലക്ഷ്മി, അതെ, വളരെ ശക്തമായ മഴ പെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന 40 കിലോമീറ്റർ അകലെ ആ പ്രദേശത്തിൻ്റെ അടുത്താണ്. പക്ഷേ കനത്ത മഴവെള്ളപ്പാച്ചിലും അതുപോലെ മണ്ണിടിച്ചിലും കൊണ്ട് ഒരു പുറത്തേക്ക് പോകാൻ കഴിയാത്ത, അല്ലെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ മലയാള മാധ്യമ സംഘമായ ഏഷ്യാനെറ്റ് സംഘം സഞ്ചരിച്ച വാഹനത്തിനുള്ളിൽ മലവെള്ളപ്പാച്ചിൽ വന്നത് നമ്മൾ അല്പം മുമ്പ് നമ്മൾ ലൈവായി തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി. കാരണം 16 ഇടത്തോളം സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ട്, ഉരുൾപൊട്ടലുണ്ട്. ഈ റോഡുകളിലൊക്കെ താറുമാറായിരിക്കുന്നു. റോഡുകളിലുള്ള മണ്ണിടിച്ച് വന്ന മണ്ണർ കൂമ്പാരങ്ങളുമാണ്, കല്ലുകളുമാണ് റോഡിൽ മുഴുവൻ. അല്പസമയം കൊണ്ട് അത്ഭുതകരമായിട്ടാണ് മലയാള മാധ്യമ സംഘം രക്ഷപ്പെട്ടത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്ര ശക്തമായ മഴയാണ് ഇപ്പോഴും പെയ്യുന്നത്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ യാതൊരുവിധ രക്ഷാപ്രവർത്തനത്തിനും വളരെയധികം മന്ദഗതിയിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം അതിന് കനത്ത മഴ, അതേപോലെ തന്നെ മണ്ണിടിച്ചൽ, അതേപോലെ തന്നെ മഞ്ഞ്, ഫോഗ്, ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്നതാണ്. വളരെ അന്തരീക്ഷം കലിതുള്ളുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറായി പെയ്ത മഴയ്ക്ക് ശമനമില്ല. ഇപ്പോഴും റെഡ് അലർട്ട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയവും മേഘവിസ്ഫോടനങ്ങൾക്കുള്ള ഒരു സാധ്യതയാണ് സേതുലക്ഷ്മി ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ എവിടെയുമുള്ളത്. ഇതിൽ നമ്മൾ നിൽക്കുന്നപ്പോൾ നമ്മൾ നിൽക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. കാരണം ഇതൊരു റോഡായിരുന്നു, NH ദേശീയപാതയാണ്. ഈ ദേശീയപാതയുടെ അവസ്ഥയാണിത്. ഇത് ഗംഗോത്രിയിലേക്ക് പോകുന്ന ദേശീയപാതയാണ്. ഈ ദേശീയപാതയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ ദുരന്തം. 2 മേഘവിസ്ഫോടനങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അതിൽ നിന്നുള്ള വെള്ളമാണ്, കുത്തൊലിച്ച് വരുന്ന വെള്ളമാണ് നമുക്ക് മുമ്പിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അത്രയും ശക്തമായ മലവെള്ളപ്പാച്ചിലാണ്. എന്തും സംഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോലീസ്. ഇവിടുത്തെ ITBP ആണ് ഇപ്പോൾ കാര്യങ്ങൾ മണ്ണ് നീക്കാനുള്ള, മഴ പെയ്യുമ്പോഴും മണ്ണ് നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. കാരണം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു, നീണ്ട നിരയുണ്ട് വാഹനങ്ങളിലേക്ക്. ഏതായാലും ഉത്തരാഖണ്ഡ് ദേശീയപാത ഇന്നലെ രാത്രിത്തോടെ തന്നെ അടച്ചതായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആരെയും മുകളിലോട്ട് കടത്തിവിടുന്നില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിൽ വിവരം. മരണസംഖ്യ 150 മുകളിലേക്ക് എത്തുമെന്നാണ് ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടം പറയുന്നത്. കാരണം നിരവധി കാറുകളും ഒരു ബസ്സും ഒഴുകിപ്പോയി എന്നൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു മിനി ബസ്സും ഒഴുകിപ്പോയി എന്ന് പുറത്തു വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ വിശദമായും അല്ലെങ്കിൽ ഇതൊന്നും സ്ഥിരീകരിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിലില്ല. കാരണം അത്ര ശക്തമായ മഴയാണ് സേതുലക്ഷ്മി ഇവിടെ. ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ് എത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത്. കാരണം ഇപ്പോൾ ശരത്ത് പറഞ്ഞ അനുസരിച്ച് റോഡുകളിലൊക്കെ ഈ വെള്ളം കുത്തി ഒലിച്ചെത്തുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ ശരത്ത് ഇപ്പോഴും അവിടെ മഴയും നിൽക്കുന്നുണ്ട്. ഈ കരസേനയുടെ കൂടുതൽ സേനാംഗങ്ങൾ അവിടേക്ക് എത്തുമെന്നാണല്ലോ അറിയിച്ചിരുന്നത്. അപ്പോൾ ഇനി കൂടുതൽ രക്ഷാപ്രവർത്തനത്തിനായി സേനാംഗങ്ങൾ എപ്പോഴാകും അവിടേക്ക് എത്തിച്ചേരുക? 10ഓളം സൈനികരെ കാണാനില്ല എന്ന വിവരമുണ്ട്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മഴവെള്ളപ്പാച്ചിൽ, രണ്ടാമത് മഴവെള്ളപ്പാച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വളരെ ശക്തമായ മഴവെള്ളപ്പാച്ചിലാണ് ഇപ്പോൾ രണ്ടാമതും ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ശക്തമാണ്. സേതു നമുക്ക് കാണാം ഇപ്പോൾ അത് വളരെ ശക്തമായി മഴവെള്ളപ്പാച്ചിൽ വന്നൊരു റോഡിലേക്ക് കരമാർഗം കരസേനയ്ക്ക് എത്താൻ കഴിയുമോ എന്നത് ഇപ്പോൾ നമുക്ക് സംശയമാണ്. റോഡുകളൊക്കെ, നാഷണൽ ഹൈവേ ഒക്കെ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. മഴവെള്ളപ്പാച്ചിൽ അതിൻ്റെ മുകളിൽ
മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തും സംഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ക്യാമറമാനോട് ഒരു കാര്യം പറയുന്നത്, അത് അവിടെയാണ് മഴവെള്ളപ്പാച്ചിൽ ഇപ്പോൾ ശക്തമായ രീതിയിൽ നടക്കുന്നത്. ഇത്രയും ഉള്ള ഒരു സ്ഥലത്തേക്ക് JCB ഉപയോഗിച്ച് റോഡ് ഇതാക്കി ആംബുലൻസിനും അതുപോലെ തന്നെ പോലീസിനും കടന്നു പോകാൻ, അല്ലെങ്കിൽ ആർമിക്കും കടന്നു പോകാൻ സൗകര്യമൊരുക്കാനുള്ള പ്രയത്നം നടത്തിയിട്ടും അത് വൃഥാവിലാവുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുന്നത്. നിരവധി ആംബുലൻസുകൾ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. കാരണം ദുരന്ത സ്ഥലത്തേക്ക് ആംബുലൻസുകൾ എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വൈദ്യസഹായവും ആംബുലൻസും എത്തിക്കാൻ റോഡ് ഇല്ലാത്തതിനാൽ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ദുഃഖകരമായ അവസ്ഥ. ഇപ്പോൾ ITBPയും ദുരന്ത നിർവഹണ സേനയും മാത്രമാണ് അവിടെ ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നത്. റോഡ് മാർഗം ആർമിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ്. ഇതുപോലെയുള്ള 18 സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞു എന്നാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യരുത് എന്നൊരു മുന്നറിയിപ്പും പ്രാദേശിക ഭരണകൂടം ബോർഡുകൾ വെച്ച് നൽകിയിട്ടുണ്ട്. ഏതായാലും വളരെ ഉത്തരാഖണ്ഡിലെ വളരെ വലിയ ഒരു ദുരന്തത്തിലേക്ക് പോകുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഒരു ഗ്രാമം മാത്രം ഒലിച്ചുപോയി. അത് മാത്രമല്ല, തീർച്ചയായും ശരത്ത് ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ശരത്ത് അവിടെ സേഫായിട്ട് നിൽക്കൂ. കാരണം തുടർച്ചയായി മലവെള്ളപ്പാച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സേഫായിട്ട് നിൽക്കൂ. ഞാൻ ശരത്തിലേക്ക് വീണ്ടും എത്താം. ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. ഈ മലവെള്ളപ്പാച്ചിൽ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് കഷ്ടം. അതുകൊണ്ട് തന്നെ കൂടുതൽ സേനാംഗങ്ങൾക്ക് അവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്താനും സാധിക്കുന്നില്ല. ശരത്ലാലാണ് ഉത്തരാഖണ്ഡിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.